നമസ്കാരം. 1851 വിഖ്യാത ബ്രിട്ടീഷ് ചിന്തകനായ ജോർജ് ഹോളിയോക്കാണ് മതേതരത്വം എന്നൊരു പദം ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഈസ് നോട്ട് റിലീജിയസ്, അഥവാ ഭരണകൂടത്തിന് മതമില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിലൂടെ അല്ലെങ്കിൽ ആ ടേമിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്ത്യ ഇതുപോലൊരു മതേതര രാഷ്ട്രമാണ്. 1976 ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ നമ്മുടെ രാജ്യവും ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. സത്യത്തിൽ എന്തെങ്കിലും സോഷ്യൽ സയൻസിൽ ക്ലാസ്സിലിരിക്കുകയെന്ന് വിചാരിക്കേണ്ട, എന്താണിതൊക്കെ പറയാൻ കാര്യമെന്നാകും നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായ ഒരു പ്രധാന പ്രശ്നം നടക്കുന്നു. കായംകുളം അയ്യൻ കോയിക്കൽ നഗറിലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മതപരമായ ഒരു പ്രാർത്ഥന നടന്നു. കായംകുളം നഗരസഭയിലെ 43ാം വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിന് മുൻപാണ് ഇസ്ലാം മതപരമായ പ്രാർത്ഥന നടത്തിയതിനെ ചൊല്ലി വിവാദം നടക്കുന്നത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിന് മുൻപ് ഇസ്ലാം മതപരമായ പ്രാർത്ഥന നടത്തിയതിന് BJP ആണ് ഇത് ആരോപണം ഉന്നയിക്കുന്നത്. സർക്കാർ സ്ഥാപനത്തിൽ ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നടന്നത് ഭരണഘടനാ ലംഘനമെന്നാണ് BJP ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റായ സന്ദീപ് വാചസ്പതി അദ്ദേഹമാണിത് ആദ്യം അറിയിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്. ഒരു സർക്കാർ ചടങ്ങിൽ അത് സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അവരുടെ നികുതി പണത്തിൽ നിന്നുമൊക്കെ പിരിവെടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും സർക്കാർ എടുത്ത് ചെലവാക്കുന്ന ഒരു സർക്കാർ ചടങ്ങിൽ മതപരമായ ചടങ്ങ് നടത്തുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കായംകുളം നഗരസഭ ഭരിക്കുന്ന CPM ആണെന്നും ജനകീയ ആരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് U പ്രതിഭ അധ്യക്ഷയായിരുന്നു. 43ാം വാർഡ് മുസ്ലിം ലീഗ് ഭരിക്കുന്നതാണ്. മതപരമായ ചടങ്ങ് നടത്താൻ അനുവദിച്ചത് കായംകുളം നഗരസഭയിലെ CPM ലീഗ് കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നൊക്കെ ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇത് ഒരു വാർത്ത, ഇങ്ങനൊരു വാർത്തയല്ല സത്യത്തിലുള്ളത്. ഇതുപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. ഈ സമയത്താണ് എനിക്ക് മറ്റൊരു വാർത്ത ഓർമ്മ വരുന്നത്. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 ഫെബ്രുവരി ജനുവരി ആ കാലഘട്ടത്തിലാണ് ഗണപതി ഹോമം സംഘടിപ്പിച്ചൊരു വാർത്ത വലിയ വിവാദമായിരുന്നു. നെടുമണ്ണൂർ സ്കൂളിലാണ് ഹോമം സംഘടിപ്പിച്ചത്. പൂജയ്ക്ക് നേതൃത്വം നൽകിയത് സ്കൂൾ മാനേജറുടെ മകൻ രുധീഷാണ്. അതൊരു മാനേജ്മെന്റ് സ്കൂളാണ്. പ്രദേശത്തെ CPM പ്രവർത്തകർ എന്ത് ചെയ്യുന്നു, പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നാലെ പോലീസ് എത്തി സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്തു. മാനേജറുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് പൂജ സംഘടിപ്പിച്ചത്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത പൂജകൾ നടത്തി. ഒരു പൂജ പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിൽ തന്നെ നടത്തി. അന്ന് എതിർസ്ഥാനത്ത്, അതായത് ഇതിനെ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് മതം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തത് CPM-കാരായിരുന്നു. ഇനി മറ്റൊരു വാർത്ത കൂടി പറയാം. പാലക്കാട് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് VHP നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമുണ്ടായി. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നതിന് വിശ്വ ഹിന്ദു പരിഷത്തിലെ 3 നേതാക്കളെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു വാർത്തയുണ്ട്. ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാട് വാർത്തകളുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, സ്കൂളുകൾ, കളിയിടങ്ങൾ, നമ്മുടെ രാഷ്ട്രീയം, അങ്ങനെ പൊതുവിടങ്ങളിൽ മതപരമല്ലാത്ത എല്ലാ മേഖലകളിലും മതേതരത്വം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഒരു നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഭരണഘടനാപരമായ നിയമമാണ്. അതായത് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്നല്ല, മറിച്ച് മതങ്ങൾ വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നം മാത്രമായിരിക്കുകയും അത് തീർച്ചയായിട്ടും ഒരാൾക്ക് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. മതപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് പൊതുവായ ഇടങ്ങളിലേക്ക് വരുന്ന സമയത്ത് പൊതുവായ നിയമ സംവിധാനങ്ങളെ അനുസരിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് പൊതു ഇടങ്ങളിൽ നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ ഇതുപോലെ മത ഇതരമാവേണ്ടതെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ബഹുമത സമൂഹമാണ് നമ്മുടേത്. വിവിധ തരത്തിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന, വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പാലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും തന്നെ അവരുടെ മതപരമായ താല്പര്യങ്ങൾ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, സർക്കാർ ചടങ്ങുകളിലേക്ക്, രാഷ്ട്രീയങ്ങളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ തീർച്ചയായിട്ടും മതപരമായ കലാപങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ഒരു മതപരമായ സംഘടന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. കാര്യം എണ്ണത്തിലും വണ്ണത്തിലും കൂടുതൽ ആര് കുറവാര് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിടങ്ങളിൽ നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഇന്ത്യ പോലെ ഒരു ബഹുമത സമൂഹത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വാർത്തകൾ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പബ്ലിക് ഓഡിറ്റിംഗ് നടത്തപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ പരിപാടികളൊക്കെ തന്നെ മതനിരപേക്ഷമായി തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചെടുത്തോളം നമുക്ക് എന്തായാലും ആ രീതിയിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. നമുക്കറിയാം, ലോകത്തിലെ പലയിടങ്ങളിലും ഇതുപോലുള്ള സെക്കുലർ
ആയിട്ടുള്ള ഭരണകൂടങ്ങൾ ഡിക്ലൈൻ ചെയ്യപ്പെടുകയും തകർക്കപ്പെടുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ അജണ്ടയുമായി കടന്നുകൂടുന്ന ആളുകൾ അവിടെ രാഷ്ട്രം രൂപീകരിക്കുകയും അവരുടെ മാത്രം താല്പര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ നിരന്തരമായി കാണാറുണ്ട്. അവിടെ എന്തൊക്കെ സംഭവിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് അവർ അവകാശങ്ങൾ നഷ്ടപ്പെടും. ആ മതങ്ങൾക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കലായ മതങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെക്യുലറായി നിലനിൽക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ ചെലവിൽ നടന്നിട്ടുള്ള ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മൗനാനുവാദത്തോടെ നടന്നിട്ടുള്ളതാണ് കായംകുളത്തെ എന്നാണ് സന്ദീപ് വചസ്പതി പോലുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതും അത് തുറന്നു കാട്ടപ്പെടുകയും മാതൃകാപരമായ ശിക്ഷകൾ ഉണ്ടാവുകയും വേണം.